സുഹൃത്തുക്കളെ നൈന ये हमारे वहाँ की ट्रेडिशनल लुक है ये ना ये बोलना है अच्छा अच्छा खोपी खोपी हाँ खोपी ओके और ये हमारे यहाँ की ट्रेडिशनल ज्वेलरी है ट्रेडिशनल ज्वेलरी हाँ ज्वेलरी ज्वेलरी ओरिजिनल गोल्ड हाँ गोल्ड है दिस गोल्ड है പിന്നെ അവർ കൃഷിയിടത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എല്ലാവരും നമുക്ക് അവരെ പരിചയപ്പെടാം ഗ്രാമത്തിൻ്റെ തനിമയായ കാഴ്ച എനിക്ക് ദൈവം കാണിച്ചു തരുന്നു സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോറാഖണ്ഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മദ്കോട്ട് എന്ന് പറയുന്ന ഗ്രാമമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത് ഈ ഗ്രാമത്തിൽ എന്താണ് ഏതൊക്കെ നദികളാണ് ഒഴുകി പോകുന്നത് ഇവിടുത്തെ കൃഷി എന്താണ് ആൾക്കാരുടെ ജീവിതം എന്താണ് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ കൊണ്ടുവരിക നിങ്ങൾ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ കുറെ കഷ്ടപ്പെട്ട് മലയും കുന്നൊക്കെ കയറിയിട്ടാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നു കേട്ടോ അപ്പൊ നമ്മൾക്ക് കാഴ്ചകളിലേക്ക് പോകാം വാ गुड मॉर्निंग गुड मॉर्निंग नाम बोलिए जानकी देवी उप्रेती हरी सुप्रेती जानकी देवी आपका नाम हरी सुप्रेती हरी उप्रेती उप्रेती ओके ಇದು मालिक है और होम स्टे ओनर अच्छा अच्छा थैंक यू इधर का खाना बहुत अच्छा है आप लोग बहुत अच्छे हैं फैमिली लोग है बोलो केरला काटने धन्यवाद अलग क्या बोलते हैं आपका यानी क्या बोलो नो प्रॉब्लम बहुत ही अच्छे हैं हमारे गेस्ट आपसे मिलकर बहुत खुशी हुई ठीक है केरला का आदमी इधर आता है आपका अच्छा खाना बनाता है ठीक है ठीक है बहुत ही अच्छा लग रहा है हमको ठीक है താങ്ക് യു ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്കിത് കൊടുക്കാൻ നോക്കാം അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ എനിക്ക് അവർ ചെറിയൊരു ചാർജിനാണ് തന്നത് 500 രൂപക്കാണ് ഇതിപ്പം സീസൺ സമയം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ 500 രൂപക്കൊക്കെ ഇവിടെ റൂം കിട്ടുന്നത് കാരണം ഡബിൾ ത്രിബിൾ ബെഡാണെന്ന് പറയാം പിന്നെ പുറത്തേക്കുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല ഉത്തരാഖണ്ഡാണ് സ്ഥലം അത്രയും മനോഹരമായിരിക്കും ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ MLAൻ്റെ വീടാണ് കേട്ടോ നല്ലൊരു MLA ആണെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് 3 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ MLA ആയിട്ട് നിൽക്കുന്നത് കലാപ്പാനി മുതൽ മുൻസാരി വരെയാണ് ഇവിടുത്തെ MLAക്ക് പവറുള്ളത് ഇത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ പുറം ഭാഗമാണ് കണ്ടോളൂ പുറം ഭാഗം കാണിച്ചു തരാം മദ്കോട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലൊരു മിഡിൽ ഏരിയയിലാണ് കേട്ടോ പ്രോപ്പറായിട്ട് ഞാനുള്ളത് കൃഷിയിടമാണ് കേട്ടോ ചുറ്റുപാട് നിങ്ങൾ കാണുന്ന കൃഷിയിടം തന്നെയാണ് ഇവിടെ ജനങ്ങൾ നോക്കിയാൽ വീടിന് എത്രത്തോളമാണ് മതിലിൻ്റെ വലിപ്പം കൂടി നിങ്ങൾ നോക്കുക കാരണം മതിലുകളെക്കാട്ടിയും പ്രാധാന്യം ഇവിടെ സഹകരണത്തിനാണ് അപ്പം ഇതാണ് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പരിസരം ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുക്കുക അവരുടെ പെർമിഷൻ ആദ്യം വാങ്ങണം എന്നിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ നമ്പർ തന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഒരു വെയിൽ വന്നേ മുൻശാരിയിൽ നിന്ന് ഏകദേശം ഒരു 33 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അത്രയും വലിയ പർവ്വതത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് മദ്കോട്ട് ഗ്രാമത്തിലെ പട്ടണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പട്ടണം എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണം എന്നല്ല കേട്ടോ ഗ്രാമത്തിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പട്ടണമെന്ന് പറയാം ഇവിടേക്ക് സാധനങ്ങൾ വരുന്നത് ഹൽദ്വാനിൽ നിന്നാണ് കേട്ടോ ഹൽദ്വാനി ഒരു താഴ്ന്ന പ്രദേശമാണ് ഇവിടുത്തെ പട്ടണത്തിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കും മൊത്തം ഗ്രീനറിയാണ് കേട്ടോ ഗ്രീനറിക്ക് ഉപരി ഇവിടുത്തെ കൃഷിയിടങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ സീസണാണ് ഒരു വർഷത്തിൽ 6 മാസമാണ് ഇവിടെ കൃഷി ചെയ്യുക കേട്ടോ കൂടുതലുമായി ഒരു വർഷത്തിൽ 6 മാസമാണ് കൃഷി ചെയ്യുക അതിൽ സീസൺ പോലെയാണ് ഗോതമ്പ് ഒരു സമയത്ത് അല്ലാത്ത സമയത്ത് അരി ഒരു സമയത്ത് പച്ചക്കറി എല്ലാ സമയത്തും ഇവർ കൃഷി ചെയ്യും കേട്ടോ അത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ലാൻഡ് കൂടിയാണ് ജനങ്ങൾ എന്താണ് ഇവിടെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഹൈ പോപ്പുലേഷൻ അല്ല ജനങ്ങൾ എന്താണ് അത്യാവശ്യം കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് അതിലെ പട്ടണത്തിലാണ് ഇവിടെ ഹോട്ടലും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത് നമസ്തേ ബടിയാ ഹായ് ബോലിയേ എനർജി മേ ഹായ് ബോലിയേ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ നോക്കണം കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് കേട്ടോ കടകളെന്ന് പറഞ്ഞാൽ
തുണീൻ്റെ കടയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ടൗണിൽ നിന്ന് കിട്ടുന്ന അത്ര സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല. അത്യാവശ്യം ചെറിയ സംവിധാനത്തിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടുന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഇവർ ഹൽദ്വാനി, ഡെറാഡൂൺ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഡെറാഡൂണിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൽ നിന്നും ഡെറാഡൂണിലേക്ക് 2 വഴിയുണ്ട്. ഒരു റൂട്ടിലെ കിലോമീറ്ററാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്രീനറി എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കും കേട്ടോ. മൊത്തം എന്താണ് പച്ച വിരിച്ച ഒരു പർവ്വത താഴ്വരകൾ. ഞാനിപ്പോൾ ഓൺ വോയിസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും. വോയിസ് ഓവർ ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാരണം വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി നല്ല പണിയാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ. ഒന്നാമത് എൻ്റെ യാത്ര അറിയാമല്ലോ, ഷെയർ ടാക്സി കിട്ടിയാൽ മാത്രമാണ് എനിക്ക് വാഹനങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം മൊത്തം കാൽനടയായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ആൾക്കാർക്ക് ഇങ്ങനെ കൗതുകത്തോടെ എന്നെ നോക്കുന്നുണ്ട്. ഇവനെന്താണ് ഈ ചെയ്യുന്നത്, ഈ വലിയൊരു ക്യാമറ വെച്ചിട്ട് ഇവനെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒക്കെ ഇവർ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത്യാവശ്യം കൊള്ളാം സ്ഥലവും കാര്യങ്ങളൊക്കെ. നമ്മളെ മുമ്പിലേക്ക് വരുന്ന നല്ല നല്ല കാഴ്ചകൾ എന്താണ് അത് തപ്പിയെടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ലൈവ് വിഷ്വൽ എന്താണ് ഒരു വ്ളോഗിൽ ഒരു ലൈവ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു വ്ളോഗും ചെയ്യുന്നത്. അപ്പം പട്ടണ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഗ്രാമത്തിലെ കൃഷിയും നദികളും മലകളെക്കുറിച്ചൊക്കെ അറിയാം. ഗ്രാമത്തിലെ നടപ്പാതയിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റു, വീട്ടുകാരോടൊപ്പം സംസാരിച്ചു, എന്നിട്ടാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങിയത്. നമസ്തേ ജി. ഇവിടെ കൃഷിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗോതമ്പ് ആണ്. ഈ കാണുന്ന മൊത്തം ഗോതമ്പിൻ്റെ കൃഷിയാണ് കേട്ടോ. ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറം കാണുന്ന വീട് ഇവിടുത്തെ MLA-ൻ്റെ വീടാണ്. നമുക്ക് അവിടെ പോയൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കാരൻ അവിടെ ഉണ്ടാവാൻ തോന്നുന്നില്ല. എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. മനസ്സിനൊക്കെ ഒരു ശാന്തത കിട്ടുന്നൊരു സ്ഥലങ്ങളെന്നൊക്കെ പറയാറില്ലേ, അതേപോലെയാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത്. ധാരാളം സ്ഥലങ്ങൾ കാണാനുണ്ട്. എന്താ വിചാരിച്ചാൽ എൻ്റെ യാത്ര കാൽനടയല്ലേ, അപ്പം വാഹനങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറേ സ്ഥലങ്ങളിലൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. എനിക്കത് ഇല്ലാത്തതുകൊണ്ട് എന്താ ചില സ്ഥലങ്ങളൊന്നും എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കൃഷിയിടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വലിയ കൃഷി ചെയ്യുന്ന ആൾക്കാരാട്ടോ. 90% കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ചോളം ഇവരുടെ പ്രധാന ഭക്ഷണമാണ് കേട്ടോ. ചോളം കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഇവർ കഴിക്കും. ചോളം കൊണ്ട് ഇവർ ദോശയാക്കും കേട്ടോ. ദോശ പറഞ്ഞാൽ നമ്മൾ അരി പൊടിച്ച് ദോശയാക്കാറില്ലേ, അതേപോലെയാണ് ഇവിടെ ചോളം കൊണ്ടൊക്കെ ദോശയാക്കുന്നത്. എങ്ങനെയുണ്ട് ഗ്രാമം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, ആ പർവ്വതം കണ്ട് എത്ര അട്രാക്ഷനായിട്ടാണ് നിൽക്കുന്നില്ലേ. കാണുമ്പോൾ കൊതിയാവുന്നു, കയറാൻ തോന്നുന്നു എൻ്റെ മുകളിലോട്ട്. പക്ഷെ മഴയല്ലേ, പെട്ടെന്ന് മഴ വന്നാൽ പെട്ടുപോകും. കുരങ്ങിൻ്റെ ശല്യം നല്ലതുപോലെ ഉണ്ട്. അപ്പം ഗ്രാമത്തിലെ അമ്മമാരെന്താണ് കുരങ്ങനെ പായിക്കാൻ വേണ്ടി വടിയും കൊണ്ട് നിൽക്കുന്നത്. കുറേ സമയമായിട്ട് ഇവർ കുരങ്ങനെ പായിപ്പിക്കുന്നത്. അതായത് ലങ്കൂർ എന്ന് പറഞ്ഞ ഇനം കുരങ്ങന്മാരിവിടെ നല്ലതുപോലെ ഉണ്ട്. ഇത് ഈ തൊട്ട് മുമ്പിൽ കാണുന്നത് അരിയാണ് കേട്ടോ, നെൽകൃഷിയാണ് കാണുന്നത്. അപ്പോൾ അവിടെ വന്ന് ഈ നെല്ലൊക്കെ ഇവർ പറിച്ച് കളയും കേട്ടോ, കൂട്ടത്തോടെ വന്നിട്ട്. എന്ത് കഷ്ടപ്പാടാണെന്ന് അറിയാം ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. അവരെന്താണ് അത് മൊത്തം കളയുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുമ്പോൾ അതിനിടയിൽ വന്ന് കുരങ്ങന്മാർ വന്ന് ഇവരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ്. ഗ്രാമത്തിലൊരു അമ്മ നടന്നു വരുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഇവിടെ നമ്മളൊക്കെ നാട്ടിലെന്താണ് ടൗൺ ഏരിയകളൊക്കെ ഉണ്ടാവില്ലേ, പക്ഷെ ഇവിടെ ടൗൺ ഏരിയകൾ വളരെ കുറവാണ്. ഇവിടെ അമ്മമാർ എപ്പോഴും പാടത്തിൽ വർക്ക് ചെയ്യും കേട്ടോ. അവർ നടന്നു വരുന്നത് കാണാൻ നല്ല രസമാണ്. കാരണം ആ ഒരു പുല്ലൊക്കെ നോക്കിയാൽ പച്ച വിരിച്ച ഒരു മൈതാന താഴ്വരകളിലൂടെ അമ്മ നടന്നു വരുന്നത് കാണാൻ എന്ത് രസമാണ്. ഞാൻ ദൂരെ നിന്ന് കേട്ടോ, അത് 200 mm ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു പാവ അമ്മ കേട്ടോ, എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ വേണ്ടി. അധ്വാനികളാണ് ഇവിടുത്തെ ജനങ്ങൾ. ദൂരെ കാണുന്ന ആ വലിയ വീടാണ് ഈ ഗ്രാമത്തിലെ MLA-ൻ്റെ വീട് കേട്ടോ. ഒരു ശാന്തനായ MLA ആണെന്ന് കേട്ടോ പറഞ്ഞ. ഗ്രാമവാസികൾ 3 വർഷം ഇവിടെ അവർ MLA-നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ പറയുന്നത്. കൃഷിക്കായാലും റോഡ് വികസനത്തിനായാലും നല്ലൊരു MLA ആണെന്ന് കേട്ടോ. ഇവിടുത്തെ എല്ലാവരും ഞാൻ ചോദിച്ചു MLA നല്ലതാണോ എന്ന്. എല്ലാവരും നല്ല വാക്കായിട്ട് പറയുന്നത്. ഇത് പ്രോപ്പർ ഗ്രാമത്തിൻ്റെ അകംഭാഗമാണ്. ഗ്രാമത്തിലുണ്ട് പറയുവാണ്, നീ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകും, എന്നാലേ എനിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കൂ. ഇത് കണ്ടോ, നമ്മളെ മാതള നാരങ്ങയൊക്കെ നിങ്ങൾക്ക് തൊട്ട് മുകളിൽ കാണാൻ സാധിക്കും. 90% കൃഷി തന്നെയാണ് കേട്ടോ. ഇവിടെ വെണ്ടയ്ക്ക ഉണ്ടോ, എൻ്റെ തൊട്ടടുത്ത് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് കണ്ടോ. ഇവരെന്താ പറയുക, ബംഗ അങ്ങനെ എന്തായിട്ട് വെണ്ടയ്ക്കൊക്കെ പറയും തോന്നുന്നു ഹിന്ദിയിൽ. വെണ്ടക്ക കണ്ടോ, വലിയ വലിയ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് നോക്കിയേ. ആഹാ, എല്ലാം ഇവരുടെ വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കൃഷി ചെയ്ത് കച്ചവടത്തിൽ നിന്നല്ല കേട്ടോ, അവനവൻ്റെ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അവനവൻ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അതിനപ്പുറം ഈ ഭൂമിയിൽ എന്ത് വേണം.
ഇവിടെ കണ്ടോ വെണ്ടക്കൊക്കെ വലിയ രീതിയിലാണ് മുളച്ച് നിൽക്കുന്നത് കേട്ടോ. വലിയൊരു മരം പോലെ തന്നെ കേട്ടോ. അതെല്ലാവരും ചെടി പോലെയാണെന്ന് പറയാം. ഇവിടെയൊക്കെ നല്ലതുപോലെ ഉണ്ട് കേട്ടോ വെണ്ടക്കയും കാര്യങ്ങളൊക്കെ. പ്രോപ്പർ ഗ്രാമത്തിൻ്റെ അകംഭാഗത്താണ് ഉള്ളത്. താഴെ നിങ്ങൾക്ക് കാണുന്നത് പച്ചമുളകാണ്. ഇവിടെ ഇവർ ഹരിമിർച്ചി എന്ന് പറയും പച്ചമുളകിനെ. കണ്ടോ, ഇതൊക്കെ പച്ചമുളകിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് ഈ ഒരു ഭാഗത്ത്. കൂടാതെ തന്നെ ധാരാളം പൂക്കളുകളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുകളിൽ നോക്കിയാൽ വലിയൊരു മല തന്നെ ഉണ്ട്. അയ്യോ, ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും വലിയൊരു പർവ്വത പ്രദേശത്ത് എങ്ങനെയാണ് ഇവർ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ. സമാധാനം ഓക്കെയാണ്, പക്ഷേ എനിക്ക് പേടി ലാൻഡ് സ്ലൈഡാണ് കേട്ടോ. ലാൻഡ് സ്ലൈഡ് ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനം കൂടിയാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. എൻ്റെ വോയിസ് ലൈവാണ് കേട്ടോ. തത്സമയമായതുകൊണ്ടാണ് ചിലപ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളും തപ്പലൊക്കെ വരുന്നത്. വോയിസ് ഓവർ ചെയ്യാമെന്ന് ഞാൻ നിൽക്കാറില്ല, വളരെ കുറവാണ് എൻ്റെ വീഡിയോയിൽ തന്നെ. കുടിവെള്ളത്തിനൊന്നും ഇവർക്ക് ഒരു ക്ഷാമമില്ല കേട്ടോ. ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പഹാഡി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 100-150 കിലോമീറ്റർ പോയ മറ്റൊരു രാജ്യമാണ്. 2 രാജ്യമുണ്ട്, ഒന്ന് നേപ്പാളും ഒന്ന് ചൈനയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ വീട്ടിന് മുമ്പിൽ കണ്ടു ഇവരെന്തോ നമ്മളെ ഇതില്ലേ മുളക് ഉണക്കാൻ ഇട്ടതാണ്, പൊടിക്കാൻ വേണ്ടിയായിരിക്കും. വെളുത്തുള്ളി കണ്ടു, കൂടാതെ വെളുത്തുള്ളിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. എല്ലാം ഓർഗാനിക്കാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങളുടെ രീതികളെന്ന് പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് ഇതൊക്കെ, നമ്മളെ മലയാളികൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളറിയണം 90% കൃഷി ചെയ്ത് നമ്മൾ ഇന്ത്യയിലൊരു സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഓർഗാനിക് ലൈഫ് മുന്നോട്ട് ഇപ്പോഴും കൊണ്ടുപോകും. നമ്മളെല്ലാവരും കാണണം. ഓരോ വീട്ടിൻ്റെയും വരാന്ത കണ്ടോ, ഇവിടെ മൊത്തം മതിലുകളൊന്നുമില്ല. എല്ലാവർക്കും ചുറ്റിനും കൃഷിയുടെ മാത്രമാണ് കേട്ടോ. അയ്യോ, സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു ഇവരുടെ ജീവിതം കാണുമ്പോൾ. ഇത്രയും സുന്ദരമായ സ്ഥലത്ത് എങ്ങനെയാണോ ആൾക്കാരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത്? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല കേട്ടോ. മതിലില്ലാത്ത വീടുകൾ വളരെ കുറവല്ലേ നമ്മുടെ നാട്ടിൽ, മതിലുകളില്ലാത്ത വീടുകളെന്ന് പറയുന്നത്. പ്രകൃതി ഇവരെ സംരക്ഷിക്കുന്നു, ഇവർ പ്രകൃതിയെ സ്നേഹിക്കുന്നു. അതാണ് ഏറ്റവും ഇതിൻ്റെ വലിയൊരു ഗുഡൻസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ക്യാമറയും തൂക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞു, എന്താണ് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് ഉള്ളിലേക്ക് കയറിക്കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമസ്തേ, कैसे हो? मैं हिंदी इतनी अच्छा नहीं है, हल्का हल्का मालूम है. मैं ज़्यादा इंग्लिश पढ़ते हैं केरला में, इंग्लिश मलयालम. बढ़िया. नाम बोलिए, शुभ नाम. शुभ नाम क्या है? द्रौपदी. अच्छा. आपका शुभ नाम? रीना देवी. इस घर है, इतनी सुंदर घर है इधर में. केरला कन्नूर डिस्ट्रिक्ट में. मैं सोशल मीडिया काम करते हैं. घूमने पसंद है? हाँ भाई. नहीं ओके. इधर ഓക്കെ ടീക്ക്. ഇസ് നെഹി ഇതരെ. ഇപ്പം ഇവരെൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് എത്ര ഫ്രീഡം എന്നറിയോ. ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കര കൂളാണ് കേട്ടോ, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ടീക്ക്, താങ്ക് യു. भैया का नाम क्या है? तारा सिंह. ओके, शेख है मेरा भैया. अच्छा. फैमिली है. बट मेरा इतनी घूमने है मेरा इंडिया में, बट आपका उत्तराखंड में बहुत अच्छा है. उत्तराखंड, हिमाचल, केरला कन्नूर. सिंपल है मेरा. इतनी वेलकम कर दिए फैमिली, बहुत अच्छा है. आपका बिहेव इतने अच्छा है. ठीक है, थैंक यू, बाय. उम्र कितने है माता जी का? 60 मीनिंग 17 65. ठीक है बाय. ഇപ്പോൾ ഒരു ഫാമിലിയെ കണ്ടില്ലേ, എൻ്റെ ദൈവമേ, അവർ വീട്ടിലേക്ക് വിളിക്കുന്നത് ഇന്നിവിടെ കിടന്നുറങ്ങാന്നൊക്കെ പറയുന്നു. അയ്യോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ വേണ്ട, എനിക്ക് ഓൾറെഡി ഇവിടെ റൂമുണ്ട്, നല്ലൊരു ഫാമിലിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. MLA വീട്ടിൻ്റെ അടുത്താണ്. എൻ്റെ അമ്മോ, എത്ര പേരാണോ അറിയും ഇന്ന് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഇവിടെ നിന്ന് ഉറങ്ങാൻ സ്ഥലമുണ്ട്, താമസിക്കാൻ സ്ഥലമുണ്ട്. എനിക്ക് ഗ്രാമത്തിൽ പോയാൽ ഗ്രാമത്തിലെല്ലാവരും എൻ്റെ അടുത്തേക്ക് വേഗം അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് പേടിയാവും, ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല ദൈവമേ ഒക്കെ വിചാരിച്ചിട്ട്. പക്ഷേ മനുഷ്യരുടെ ഗുണമാണ് കേട്ടോ. ഇവിടെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ പറ, ബുക്ക് വായിച്ച വിദ്യാഭ്യാസമാണോ മനുഷ്യനെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസമാണ് ഈ ഭൂമിയിൽ വേണ്ടത്? എനിക്കിഷ്ടം മനുഷ്യനെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസം തന്നെയാണ് കേട്ടോ. ബുക്ക് വായിച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾക്ക് അഹങ്കാരം കൂടും, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നും, ഒരാൾ രക്ഷപ്പെടുമ്പോൾ അസൂയ തോന്നും. നിങ്ങൾ പറ. ഞാൻ സത്യം മാത്രമേ വീഡിയോ പറയാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ചീത്തയും കിട്ടും. അത് സാറില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവരെ ഈ ഗ്രാമത്തിലൊരു അമ്പലമാണ്.
ദേവി അമ്പലങ്ങളാണ് കേട്ടോ ഇവിടെ കൂടുതലും. ഇവിടെ അധികം എന്താണ് അമ്പലങ്ങളുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ജാതി മത പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ അമ്പലങ്ങളുണ്ടെന്ന് വിചാരിച്ച് മറ്റുള്ള മതക്കാർക്ക് കയറാൻ കഴിയില്ല അങ്ങനെയൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല ഈ ഒരു ഭാഗത്തൊന്നും. അത് കുറച്ച് മതപ്രാന്തന്മാർ മാത്രമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. എനിക്ക് അമ്പലങ്ങളായാലും പള്ളികളായാലും മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അമ്പലങ്ങളായാലും ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് പ്രകൃതിയായിരിക്കും കേട്ടോ. മതപരമായ കാര്യങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് മാക്സിമം ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം വീഡിയോ കാണുന്ന എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള മതക്കാരാണ്. അതിലെനിക്ക് കേരളത്തിനോട് പ്രൗഡാണ് കേട്ടോ. കാരണം കേരളത്തിലെല്ലാ മതക്കാരും തുല്യരാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കേരളത്തിൽ അതിൽ ഭയങ്കര മികച്ചതാണെന്ന് പറയാം. മതപരമായ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളെ കേരളം തന്നെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ മുമ്പിൽ തളർന്ന കൃഷിയിടങ്ങളൊക്കെ എന്നെ ഇങ്ങനെ മാടി വിളിക്കുക. ഗ്രാമത്തിൻ്റെ തനിമയായ കാഴ്ച എനിക്ക് ദൈവം കാണിച്ചു തരുന്നു. ഒരമ്മ കണ്ട അവിടെ നിന്ന് പുല്ലൊക്കെ അടുക്കി വെക്കുവാണ്. ഇത് അവരെ വീടാ തോന്നുന്നു. അയ്യോ എത്ര മനോഹരമായ കാഴ്ചയാണ് നോക്കിയേ. ഇത്രയും വലിയൊരു പർവ്വത മുകളിൽ ജനങ്ങൾ എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു, കൃഷി ചെയ്ത് ജീവിക്കുന്നു. ആരോഗ്യപരമായ ജനത. നമുക്കൊന്നും ഇവരുടെ മുമ്പിൽ മുട്ടി നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഞാനത് വീണ്ടും എടുത്തു പറയുന്നു. സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കെമിക്കൽ ഭക്ഷണം മറ്റുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇത് കണ്ടോ, സ്വന്തം വീട്ടിലേക്ക് വേണ്ട ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു. കൂടാതെ ഗ്രാമവാസികൾക്ക് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറി ജീവിക്കുന്നു. ഇതല്ലേ ജീവിതം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ. സുഹൃത്തുക്കളെ കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നപ്പം കുറേ ആൾക്കാർ ഒരുമിച്ച് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് ആ നെല്ല് കൊഴിയുന്ന സമയമാണ് കേട്ടോ. നെൽകൃഷിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർ കച്ചവടത്തിനല്ല കേട്ടോ. ഒരു ഗ്രാമത്തിലെ കുറേ ആൾക്കാരുടെ കൃഷിയിടമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും കൂട്ടത്തോടെ കൃഷി ചെയ്യുന്ന കാണാൻ എന്ത് സന്തോഷമാണെന്നറിയോ. അത് നോക്കി ആ പാടത്തിൻ്റെ ആ നെൽകൃഷിക്ക് മുകളിൽ അവരെല്ലാവരും ആ ഒരു വ്യത്യസ്ത തരമായ കളറുള്ള ഡ്രസ്സ് ഇട്ട് പണിയെടുക്കുന്നതാണ് എന്ത് മനോഹരമാണെന്നറിയോ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അവരെ ഗ്രാമത്തിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ധാരാളം ആൾക്കാരുണ്ട്. അയ്യോ എനിക്ക് സത്യം പറയാൻ അസൂയ തോന്നി ഇവരുടെ ജീവിതം കാണുമ്പോൾ. പിന്നെ അവർ കൃഷിയിടത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എല്ലാവരും. നമുക്ക് അവരെ പരിചയപ്പെടാം. നമസ്തേ നമസ്തേ. कैसे हो? बढ़िया. हाँ बढ़िया है। मैं केरला से. केरला मैं सोशल मीडिया काम करते हैं. अभी सीजन है. अच्छा राइस है, चावल, दान हिंदी में दान बोलते हैं. अच्छा गाँव घर का है. अच्छा रोटी बनाते हैं सब. अच्छा ठीक है रोटी नहीं है. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവരെ കൃഷിയിടത്തിൽ. मैं इस यूट्यूब में मिल जाएगा वीडियो. यूट्यूब फेसबुक न्यूज. ഇവിടെ ഒരു മൈതാനമുണ്ട്. കുട്ടികളൊക്കെ വൈകുന്നേരം വന്നാൽ കൂടുന്നത്. ഇവിടെ എന്ത് സന്തോഷമാണ് അറിയോ. ഗ്രാമത്തിലെ എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ വന്ന് വൈകുന്നേരം സമയം ചിലവാക്കും കേട്ടോ. റോസപ്പൂക്കളൊക്കെ നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. റോസാണോ ചെമ്പരത്തിയാണോ? ചെമ്പരത്തിയൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ചെമ്പരത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. കേരളത്തിൽ പോയ ശേഷം ചെമ്പരത്തി ഒന്നും എനിക്ക് കാണാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ് കേട്ടോ. ഇത് ഇവിടുത്തെ എന്താണ് ചെറിയൊരു ഗ്രൗണ്ടാണ്. എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ഫുട്ബോളും എല്ലാവരും ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഗ്രാമത്തിൽ ഇവരെ പഠിപ്പിച്ച രീതി അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും ഒന്നാണ് കേട്ടോ. എനിക്കത് വളരെ സന്തോഷം തോന്നിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പം. എൻ്റെ നാട്ടിൽ ഞാൻ ഉണ്ടാകുമ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് മിസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ ഒരുമിച്ച് കളിക്കുന്നതാണ് എന്ത് രസമാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് വൈകുന്നേരം ഒരു ഗ്രാമത്തിലെ യഥാർത്ഥ ജീവിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഫുട്ബോൾ കളിയുണ്ടോ, പബ്ജി കളിയാണോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ കുറേ നാൾ ആഗ്രഹിച്ചായിരുന്നു ഒരു ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ. പതിയെ പബ്ജി ഗെയിമൊക്കെ വന്നപ്പോൾ ആ കളിയും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഗ്രാമത്തിലൊരു തനതായ കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നതിൽ.
കൾച്ചർ ഡ്രസ്സ് ഉടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഇവര് കുറി തൊട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ക്യാ ബോൾത്തെ टीका ടീക്ക. അച്ഛാ അച്ഛാ പ്രണാം. ഞാൻ നിൽക്കുന്ന ഹോം സ്റ്റേയിലാണ് കേട്ടോ. അവിടുത്തെ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വ്ളോഗിൽ വരാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. റെഡിയേ क्या बोला था मेरे फोटो के लिए സുഹൃത്തുക്കളെ? एंड पेरी नहीं ना, നൈന. ये हमारे वहाँ की ट्रेडिशनल लुक है ये ना, ये बोल रहे हैं अच्छा अच्छा पहले सिखाओ ना क्या बोल रहे हैं। ये ओके बात करो. यहाँ पे बनाना है क्या उधर पे? हाँ ट्राई करो. ये ब्लॉग मैं लोकेशन दिखा रहा हूँ। ये ब्लॉग बनाते रील में अलग बनाते ठीक है. एक इस माइक दे लो. वो चिपकाना है ना? ആ ഞാൻ എൻ്റെ മൈക്ക് ആ കുട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരെ കുമ്മിയോണി കളിച്ച ഡ്രസ്സാണ്. എൻ്റെ വ്ളോഗിൽ ഇവർ കാണിക്കാൻ വേണ്ടി എന്താണ് കാണിച്ചു തരുന്നത് കേട്ടോ. എത്ര നല്ല മനുഷ്യർ. ഓക്കെ स्टार्ट करूँ? ആ पहले क्या बोलूँ? ഞാൻ ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത്. बोलूँ? ആ സുഹൃത്തുക്കളെ. अच्छा ये था ना, हाँ सुर्त कले एंड पेरी नहीं ना, ये हमारे वहाँ की ट्रेडिशनल लुक है. इसे हाँ घाघरा बोलते हैं. क्या बोलते हैं? घाघरा, गागरा. ये नीचे का घाघरा गागरा और ये अंगड़ी. अंगड़ी. और सॉरी ठीक है ट्राई करो. इसको कमली बोलते हैं. कमला, इसको कमली. कमला कमली जो भी Okay. इसको कमली बोलते हैं, इसको अंगड़ी बोलते हैं. अंगड़ी. हाँ, अंगड़ी इसको बोलते हैं. पगड़ी है. ये जो सफेद है इसको पगड़ी बोलते हैं. पगड़ी बोलते हैं ठीक हाँ, है. और इसको ये खोपी. क्या बोलते हैं? खोपी. खोपी. हाँ खोपी. ओके. और ये हमारे यहाँ की ट्रेडिशनल ज्वेलरी है. ट्रेडिशनल ज्वेलरी. हाँ ज्वेलरी ज्वेलरी ओरिजिनल गोल्ड है. हाँ गोल्ड है. दिस गोल्ड है. हाँ गोल्ड प्योर Okay. गोल्ड. इसको बोलते हैं पोची. क्या पोची क्यों बोलते हैं? पोची. पोची बोलते हैं. हाँ पोची ये इसका ट्रेडिशनल गोल्ड है. ट्रेडिशनल ओरिजिनल. हाँ ओरिजिनल ओके. ओरिजिनल. और इसको गलाबंद बोलते हैं. गलोबंद. क्या बोलते हैं? गलोबंद. ग्लोबन. गलोबंद. हाँ गलोबन. गलोबन. हाँ, इसको गलोबंद. अच्छा. और ये लंबा सा जो है ये रानी हार है. रानी रानी हार. रानी हार बोलते हैं. ये क्या? और इसको नथनी. नथनी. ये भी गोल्ड की है. अच्छा अच्छा और ये मांग टीका ये भी गोल्ड की है. अच्छा. और ये भी ज्वेलरी ये जो है डबल झुमका, इसको झुमका बोलते हैं हमारे यहाँ. ये भी गोल्ड का है. ठीक है बहुत अच्छा है. थैंक यू धन्यवाद. नाइना. धन्यवाद. नमस्ते. इस आपका दोस्त है? हाँ हमारा फ्रेंड सर्किल है. फ्रेंड सर्कल है. अच्छा हाय बोलिए. ബ്രോ നമ്മളെ ഞാൻ നിൽക്കുന്ന ഹോട്ടലിന്റെ ഓണറാണ് കേട്ടോ. ധന്യവാദ് ജി. ഇവര് ചിരിക്കുന്നു കേട്ടോ. ഹായ്. अभी हम प्रधान जी के घर में हैं मतकोड़ में. अच्छा. प्रधान श्री उप्रेती जी के घर में बैठे हैं. सब फ्रेंड सर्किल उनकी फैमिली भाई लोग सभी प्रधान जी के घर में बैठे हैं. उनका होम स्टे है ये मतकोड़ में. अच्छा. और सभी अभी चाय पीने के लिए घर में पहुंचे हैं. और हमारा भाई केरला से आके हमारा फोटो शूट कर रहा है. बहुत बहुत धन्यवाद. थैंक यू ब्रदर. नाम बोलिए. मेरा नाम राम सिंह. चारू प्रेती. चारू प्रेती. अच्छा. गोविंद धामी. कैलाश धामी. अच्छा क्या नाम है? कैलाश धामी. ये प्रधान जी हरीश उप्रेती. या मैं मालूम है. मालूम है आपको? मेरा दोस्त है. इनका होम स्टे और घर में आए अभी हम लोग. ठीक है. और हाँ बहुत बहुत धन्यवाद. अभी चाय पीने के लिए आए हैं. चाय किधर है? चाय आएगा. चाय फ्री नहीं, इधर बहुत पैसे है. एक चाय में कितने? मैं झूठ बोलता है. पैसा देना पड़ेगा अभी हमको.
ठीक है धन्यवाद धन्यवाद सर, धन्यवाद। ओके सर। സാർ नहीं है भाई है कोई नहीं। വീണ്ടും ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നുന്നു. ഗ്രാമവാസികൾ പറഞ്ഞു തനിച്ചു പോകണ്ട, ഇപ്പൊ ആരും ഇങ്ങോട്ട് വരല പറഞ്ഞു. എന്നാലും രാവിലെ അല്ല പോയി വന്നു. നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിനക്ക് സ്ഥലം കൂടി കാണിച്ചു തരാം. പഴയൊരു പാലാണ്, അത് മാത്രമല്ല ഇവിടെ ചെറിയൊരു തടാകമുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ വളരെ സന്തോഷം തോന്നുന്നു. ഒച്ചത്തിൽ സംസാരിക്കാൻ കാരണം എന്താ വിചാരിച്ച, ഗൗരി നദിയും മന്ദാകിനി നദിയും സംഗമിച്ച് ഒരുമിച്ച് പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഭയങ്കര ശബ്ദം. അവിടെ വന്ന് കാണിച്ചു തരാം. കുറച്ച് നടന്ന് മുന്നിലോട്ട് എത്തിയപ്പോ ആ നീല തടാകം കണ്ടു കേട്ടോ. ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഈ ഒരു നീല തടാകം ഉത്ഭവിക്കുന്നത്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ കളർ നോക്കിയേ, എത്ര മനോഹരമായിരിക്കും അറിയോ. എന്റെ ദൈവമേ, ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാനിപ്പം ജീവിക്കുന്നത്. ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ. നോക്കിയേ, എന്റെ അമ്മ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിനാണ് കേട്ടോ വരുന്നത്. മുകളിൽ കാണിച്ചരാ. അവിടെ കണ്ടോ, അവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രതിഭാസം കാണാൻ സാധിക്കും, കോടമഞ്ഞ് പോലെ. അയ്യോ എത്ര ഹൈറ്റിൽ നിന്നാണ് അറിയോ ഈ ഒരു വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ല കേട്ടോ ഇത് കാണാൻ വേണ്ടി. കളർ കണ്ടോ, പളുങ്ക് പോലെ തിളങ്ങുന്ന കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഗ്രാമത്തിലെ കൃഷി, അവരുടെ ജീവിതം, സുന്ദരമായ പ്രകൃതി എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ തൊട്ട് ബാക്കിൽ നോക്കിയ ഈ ഒരു ഭൂമിയിൽ തനിച്ചാണ്, സന്തോഷിക്കുകയാണ് കേട്ടോ. അപകടങ്ങൾ നിറഞ്ഞ സ്ഥലമാണെങ്കിലും അതിലുപരി സുന്ദരമാണ്. എല്ലാ സുന്ദരമായ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ അപകടങ്ങളും നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് നോക്കി കാണുമ്പോൾ പേടിയാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. നീലിയും പച്ചയും കലർന്നൊരു ചെറിയൊരു തടാകം, അതിന് തൊട്ട് താഴിലൂടെ നദി ഒഴുകി പോകുന്നു, വലിയ പർവ്വതങ്ങൾ. നിങ്ങൾ ഹാപ്പിയാണോ? ഞാനും ഹാപ്പിയാണ്. എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. ഇനിയും പിന്തുടർന്ന് കാണുക. മനോഹരമായ നേപ്പാൾ ഗ്രാമങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ബൈ.